പേജ് നമ്പർ 56 നാലാമത്തെ ക്വസ്റ്റ്യനാണ്. നോൺ ഐസോസിലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. സമപാർശ്വമല്ലാത്ത ലംബകങ്ങൾ ചക്രീയമല്ല എന്ന് നമുക്ക് തെളിയിക്കണം. അത് സമപാർശ്വ ലംബകം എന്ന് പറഞ്ഞാൽ എന്താ? ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താ? എ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് അതർ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് പാരലൽ. ഒരു ജോഡി എതിർവശങ്ങൾ പാരലലാണ്, സമാന്തരമാണ്. മറ്റേ ജോഡി എന്താണ്? എതിർവശങ്ങൾ സമാന്തരമല്ല. ഒന്ന് മാത്രം സമാന്തരമാണ്, മറ്റേത് രണ്ടും സമാന്തരമല്ല. പിന്നെന്താണ്? ആ സമാന്തരമല്ലാത്ത പാരലൽ അല്ലാത്ത ആ ഒരു ജോഡി എതിർവശങ്ങൾ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ഈക്വലാണ്. ഇതും സമാന്തരമാണ്, പാരലലാണ്. ഇത് രണ്ടും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിന് ഐസോസിലസ് ട്രപ്പീസിയം അല്ലെങ്കിൽ സമപാർശ്വ ലംബകം എന്ന് പറയാം. ഓക്കെ. പിന്നെ ഒന്നും കൂടി പ്രത്യേകത എന്താണ്? ഈ ആംഗിളും തുല്യമായിരിക്കും, ഈ ആംഗിളും തുല്യമായിരിക്കും. അതാണ് ഐസോസിലസ് ട്രപ്പീസിയം. ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായിരിക്കും, പാരലലായിരിക്കും. ഇനി പാരലൽ അല്ലാത്ത, സമാന്തരമല്ലാത്ത മറ്റേ രണ്ട് വശങ്ങൾ ഉണ്ടാവുമല്ലോ, ആ വശങ്ങൾ തുല്യവുമായിരിക്കും. പിന്നെ ഈ രണ്ടെണ്ണം, ഈ പാദകോണുകൾ, ബേസ് ആംഗിൾസ് തുല്യമായിരിക്കും. ഈ രണ്ട് ബേസ് ആംഗിൾസും തുല്യമായിരിക്കും. ഈ രണ്ട് ആംഗിളും തുല്യമായിരിക്കും. ഇനി ഇങ്ങനെയല്ലാത്ത നോൺ ഐസോസിലസ് ട്രപ്പീസിയം, ഇങ്ങനെയല്ലാത്ത സമപാർശ്വ ലംബകമല്ലാത്ത ലംബകങ്ങൾ എന്താണ്? ചക്രീയമല്ല, സൈക്ലിക് അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്താണ് സൈക്ലിക് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞതാണ്, ഒന്നാമത്തിൽ തന്നെ പറഞ്ഞതാണ്, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഈ ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞത് സൈക്ലിക് ആണ്. ഇനി ഐസോസിലസ് അല്ലാത്ത ട്രപ്പീസിയങ്ങൾ എന്താണ്? സൈക്ലിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണം, ചക്രീയം അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്താണ്? ഇതും കൂട്ടിയാൽ 150 കിട്ടാൻ പാടില്ല, ഇതും കൂട്ടിയാൽ 150 കിട്ടാൻ പാടില്ല. കോൺ എയും അതിൻ്റെ ഓപ്പോസിറ്റുള്ള കോൺ സിയും തമ്മിൽ കൂട്ടിയാൽ 150 കിട്ടൂല. കോൺ ഡിയും കൂട്ടിക്കഴിഞ്ഞാലും 150 കിട്ടൂല. അങ്ങനെയാണെങ്കിൽ അത് ചക്രീയമല്ല നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. കോൺ എ പ്ലസ് കോൺ സി 150 അല്ല, കോൺ ബി പ്ലസ് കോൺ ഡി 150 അല്ല. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? സൈക്ലിക് അല്ല, ചക്രീയമല്ല എന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെടുത്തുള്ള എന്താണ്? ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയം അല്ല, നോൺ ഐസോസിലസ് ട്രപ്പീസിയമാണ്, സമപാർശ്വമല്ലാത്ത ലംബകമാണ്. അത് സൈക്ലിക് അല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളെടുത്തുള്ളത് എന്താണ്? ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ എ ബിയും സി ഡിയും എന്താണ്? പാരലലാണെന്ന് നമുക്കറിയാലോ അല്ലേ? എ ബിയും സി ഡിയും പാരലലാണ്. ഈ രണ്ട് വശങ്ങൾ പാരലലാണ്, ഈ രണ്ട് വശങ്ങൾ പാരലൽ അല്ല. ഇത് രണ്ടും തുല്യവുമല്ല. തുല്യമാണെങ്കിൽ അത് ഐസോസിലസ് ട്രപ്പീസിയമാണ്, സമപാർശ്വമാണ്. തുല്യമല്ലാത്തതാണ് നമുക്കുള്ളത് നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് സൈക്ലിക് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും പാരലലാണ്, ഇത് രണ്ടും തുല്യമല്ല, പാരലലും അല്ല. അപ്പോൾ എ ബി പാരലൽ ടു സി ഡി, എ ഡി നോട്ട് ഈക്വൽ ടു ബി സി. ഇത് രണ്ടും ഈക്വൽ അല്ലല്ലോ, സമപാർശ്വമല്ലാത്തതുകൊണ്ട്. ഓക്കെ. ഇനി വേറെന്താ നമുക്കറിയാം? സമപാർശ്വമാണെങ്കിൽ ഈ കോണും തുല്യമാണ്, ഈ കോണും തുല്യമാണ്. അതുകൊണ്ട് തന്നെ സമപാർശ്വമല്ലാത്തതുകൊണ്ട്, ഐസോസിലസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ പറയുക? ഈ കോണും ഈക്വൽ അല്ല, ഈ കോണും ഈക്വൽ അല്ല എന്ന് പറയാം. അപ്പോൾ കോൺ ഡി നോട്ട് ഈക്വൽ ടു കോൺ സി, കോൺ എ നോട്ട് ഈക്വൽ ടു കോൺ ബി. ഇത് രണ്ടും ഈക്വൽ അല്ല. ഇത് പാരലൽ എന്തായാലും ആണ്, പക്ഷേ ഇത് രണ്ടും തുല്യവുമല്ല, ഈ രണ്ട് കോണുകൾ ഈക്വലും അല്ല. കാരണം എന്താ? നോൺ ഐസോസിലസ് ആണ്, സമപാർശ്വം അല്ല. ഓക്കെ. ഇനി നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ കോ ഇൻറ്റീരിയർ ആംഗിൾസ് നമ്മൾ പഠിച്ചതാണല്ലോ, ആന്തര സഹകോണുകൾ. പാരലൽ ലൈൻസിന് സമാന്തരമായ രണ്ട് വരകളെ കട്ട് ചെയ്യുന്ന ഒരു വര ഉണ്ടാവും. ഈ രണ്ട് വരകളെ കട്ട് ചെയ്യുന്ന വരയാണ് ഈ എ ഡി. അപ്പോൾ അവിടെയുള്ള ഈ രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും അല്ലേ? കോൺ എ പ്ലസ് കോൺ ഡി എന്ത് കിട്ടും? 180 കിട്ടും. കാരണം എന്താ? കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് വരകൾ സമാന്തരമായതുകൊണ്ട് ഈ ബി സി എന്താണ്? ഈ രണ്ട് വരകളെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആംഗിളും എന്താണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്, ആന്തര സഹകോണുകളാണ്. അപ്പോൾ അത് രണ്ടും എന്താണ്? കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 150 കിട്ടും. അപ്പോൾ അതും എന്താണ്? കോൺ ബി പ്ലസ് കോൺ സിയും 150 ആണ്. ഈ ഒരു എ ഡി എന്നുള്ള വര ഇതിനെ രണ്ടിനെയും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഇവിടെയുള്ള ആംഗിളും കൂട്ടിയാൽ 150 കിട്ടും. ഇനി ബി സി എന്നുള്ള വര ഈ രണ്ട് സമാന്തര രേഖകളെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള കോണും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 150 കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സെയിം റീസൺ ആണ് ഇവിടെയും. ഇനി അടുത്ത നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ എയും സിയും കൂട്ടിയാൽ 150 കിട്ടിയാലാണ് സൈക്ലിക് ആവുക. അപ്പോൾ അതെന്താ ചെയ്ത് നോക്ക്? കോൺ എ പ്ലസ് കോൺ സി എന്താണ്? 150 അല്ല. അതെങ്ങനെയാണ് മനസ്സിലായത്? ഈ കോൺ എ പ്ലസ് കോൺ ഡി 150 ആണ്. അഥവാ ഈ ഡീൻ്റെ സ്ഥാനത്ത് സി കൊടുത്താൽ നമുക്ക് 150 കിട്ടുമായിരുന്നു. പക്ഷേ ഡിയും സിയും എന്താ? ഈക്വൽ അല്ലല്ലോ. ഈ ഡിയും ഈ സിയും ഈക്വൽ അല്ലല്ലോ അല്ലേ? ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുമോ? കോൺ എ പ്ലസ് കോൺ സി നോട്ട് ഈക്വൽ ടു 180 എന്ന് പറയാൻ പറ്റും. ഈ കോൺ എ പ്ലസ് കോൺ ഡി 150 നമ്മളെ കയ്യിലുണ്ട്. കാരണം അത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്, ആന്തര സഹകോണുകളാണ് അല്ലേ?
ഇത് നമുക്കറിയാം. പക്ഷെങ്കിൽ കോൺ എ പ്ലസ് കോൺ സി ആണ് നമുക്ക് 150 കിട്ടേണ്ടത്. അങ്ങനെ കിട്ടൂലല്ലോ. കാരണം എന്താ, ഈ ഡീൻ്റെ സ്ഥാനത്ത് ഒരിക്കലും നമുക്ക് സി കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. ഈ കോൺ ഡീൻ്റെ സ്ഥാനത്ത് നമുക്ക് കോൺ സി കൊടുക്കാം. അന്നേരം കോൺ എ പ്ലസ് കോൺ ഡി 150 ആണ്. അത് സൈക്ലിക് ആണ്, ചക്രീയമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കേസിൽ. പക്ഷേ ഇവിടെ എന്താണ്, അത് രണ്ടും ഈക്വൽ അല്ലാത്തത് കൊണ്ട്, ഈ കോണും ഈക്വൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതും കൂട്ടിയാൽ 150 കിട്ടൂല. ഇതും കൂട്ടാൻ 150 കിട്ടി നമുക്ക്. പക്ഷേങ്കിൽ ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റൂല. കാരണം നോട്ട് ഈക്വൽ ടു ആണ്. ഈ കോൺ ഡിയും കോൺ സിയും ഈക്വൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് കോൺ എ പ്ലസ് കോൺ സി എന്ന് 150 എഴുതാൻ പറ്റൂല. അതേപോലെ കോൺ ബിയും കോൺ ഡിയും കൂട്ടിയാലും 150 എന്ന് എഴുതാൻ പറ്റൂല. കാരണം ഇതുമാണ് 150. ഇത് രണ്ടും ഈക്വൽ അല്ല. ഈക്വൽ ആണെങ്കിലാണ് നമുക്ക് ഇതും കൂട്ടാൻ 150 കിട്ടുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ സീൻ്റെ സ്ഥാനത്ത് നമുക്ക് ഡി എന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരിക്കലും എന്താണ്, കോൺ ബി പ്ലസ് കോൺ സി 150 ആണ്. പക്ഷേ ഈ സീൻ്റെ സ്ഥാനത്ത് നമുക്ക് ഡി കൊടുക്കാൻ പറ്റൂല. അങ്ങനെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കൊടുത്താൽ എന്താണ്, 150 കിട്ടൂല. അപ്പോൾ എന്താണ്, കോൺ എ പ്ലസ് കോൺ സിയും കോൺ ബി പ്ലസ് കോൺ ഡിയും ഒരിക്കലും 150 കിട്ടുന്നില്ല. അങ്ങനെ കിട്ടിയാൽ മാത്രമേ സൈക്ലിക് ആകുള്ളൂ, ചക്രീയമാകുള്ളൂ. അങ്ങനെ എതിർക്കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 150 കിട്ടാത്തത് കൊണ്ട് ഈ ഒരു നോൺ ഐസോസെലസ് ട്രപ്പീസിയം എന്താണ്, നോൺ സൈക്ലിക് ആണ്, സൈക്ലിക് അല്ല, ചക്രീയമല്ല. ഓക്കെ ആണല്ലോ.